പ്രമാണങ്ങൾ മുന്നോട്ട് വെക്കുന്ന വഴിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന സുരക്ഷിതത്വം, അയാൾ പോയാൽ പരമാവധി പോവുക ഖുർആനും സുന്നത്തും പറഞ്ഞ ദൂരത്തേക്കാണ്. അത് വിട്ട് ശൈഖന്മാരിലേക്കും ത്വരീഖത്തുകളിലേക്കും വ്യക്തിപ്രസ്ഥാനങ്ങളിലേക്കും പലപ്പോഴും ലിബറൽ കാഴ്ചപ്പാടുള്ളവരിലേക്കൊക്കെ പോകുമ്പോൾ അതിന് തികച്ചും വ്യത്യസ്തമായൊരു രൂപം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ പലതരം ചൂഷണങ്ങൾ ഈ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി ഈദ, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്. എൻ്റെ ഖബറിടത്തെ നീ ആരാധിക്കുന്ന ഒരു വിഗ്രഹമാക്കല്ലേ, അതിനൊരു ആഘോഷ സ്ഥലമാക്കല്ലേ എന്നൊക്കെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമ്മൾ കേരളത്തിൽ കണ്ടൊരു കാഴ്ച, അത് നിങ്ങളുടെ അടുത്തൊരു പണ പിരിവിനുള്ളൊരു ബോക്സ് വരുന്നുണ്ട്. ഈ പരിപാടിയുടെ ചെലവ് ഇന്ന് കിട്ടണം. ഇതിൻ്റെ ബോക്സ് അനുബന്ധങ്ങൾ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു എക്സ്പെൻസ് ഇൻഷാ അല്ലാഹ് അതിന് കിട്ടണം. അതിന് വേണ്ട രീതിയിൽ ആ വിഷയത്തിൽ ഇടപെടണം. ഇതുപോലത്തെ പരിപാടികൾ സംഘടിപ്പിക്കുന്നിടത്തുള്ള പ്രചോദനം അപ്പോഴേ ഉണ്ടാകുള്ളൂ. ഓൺലൈനിലും ഒക്കെ ധാരാളം ആളുകളുണ്ട്. ഓൺലൈനിൽ കാണുന്നവർക്കും ഇതിൽ സംഭാവന ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണം എന്ന് ടെക്നിക്കൽ ടീമിനോട് റിക്വസ്റ്റ് ചെയ്യാണ്. ഞാൻ പറയുന്നത് കുറച്ചുകൂടിയും വിഷയത്തിൻ്റെ മറ്റൊരു തലത്തിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മൾ കേരളത്തിൽ കണ്ട ഒരു വലിയ ചതി, അതിനെ ചതി തന്നെ വിളിക്കണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി എന്നുള്ള പേരിൽ ഒരു സാധനം കൊണ്ടുവരുന്നു. അത് ഭയങ്കര ആരവത്തോടെ ആഘോഷത്തോടെ ആഘോഷിക്കപ്പെടുന്നു. ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ സംഭവിച്ചത് മുസ്ലിം സമുദായം ഒന്നിച്ച് ഒരു ഭാഗത്തും മുടി കൊണ്ടുവന്നവർ മറുഭാഗത്തും നിൽക്കേണ്ടി വന്നു. മുടിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിക്കപ്പെടുന്നതിൽ പലപ്പോഴും പല പ്രദേശങ്ങളിലും ആളുകൾക്ക് അസ്വസ്ഥത ഉണ്ടാകും. ആ അസ്വസ്ഥതയുടെ കാരണം എന്താണെന്നറിയോ? ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഒരു ചരിത്രമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത്. നമ്മളിത് വീണ്ടും ഉയർത്തിയതിൻ്റെ കാരണം ഈ അടുത്ത കാലത്ത് തന്നെ മുടി കൊണ്ടുവന്ന വ്യക്തി പറഞ്ഞു, അത് 1/2 സെന്റിമീറ്റർ നീണ്ടിരിക്കുന്നു. 1/2 സെന്റിമീറ്റർ അത് വെച്ച മുടി നീണ്ടിരിക്കുന്നു. അപ്പൊ ഇതിനൊക്കെ ഇങ്ങനെ ഇത് കേട്ട് നിന്ന് കൊടുക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാ അറിയോ? ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞതായതുകൊണ്ടാണ്. മറ്റേതിപ്പം പല ജാതി കഥകളും സംഭവങ്ങളൊക്കെ എത്രണ്ണം പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് അത്രയും സ്ക്രിപ്റ്റഡ് ആണ്. പ്രവാചകൻ എന്തൊക്കെ ചെയ്തോ അതൊക്കെ അക്ഷരാർത്ഥത്തിൽ ക്രോഡീകരിച്ച് മനുഷ്യ ചരിത്രത്തിന് കിട്ടിയിട്ടുണ്ട്. അത്ഭുതകരമായ ചരിത്രമാണത്. സാങ്കേതിക വിദ്യകളൊന്നുമില്ലാത്ത കാലത്ത് പ്രവാചകൻ പറഞ്ഞ ഓരോന്നും കൃത്യമായ പരമ്പരകളിലൂടെ അത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അത്ര സൂക്ഷ്മമായി അത് നമ്മിലേക്ക് എത്തിയിട്ടുണ്ട്. ആ പ്രവാചകനെ കുറിച്ച് കള്ളം പറഞ്ഞാൽ അത് പൊറുക്കാനും മറക്കാനും സഹിക്കാനും പറ്റൂല. അതുകൊണ്ട് എന്താ സംഭവിച്ചതെന്നറിയോ? ഇവർക്കിതിലൊരു മുന്നണി തന്നെ രൂപപ്പെട്ടു എന്ന് ഇവരെന്നെ പറയുന്നുണ്ട്. ഞാൻ വെറുതെ പറഞ്ഞ് സമയം കളയണ്ടല്ലോ. ഈ വിഷയം എൻ്റെ വാദം ഇവിടെ അദ്ദേഹം തന്നെ ഇതിന് അന്ന് മുന്നണി പോരാളിയായി നിന്നിരുന്ന വ്യക്തി തന്നെ അദ്ദേഹം തന്നെ ക്ലെയിം ചെയ്തോട്ടെ. മുന്നണി ഉണ്ടാക്കി എന്തിന്? അല്ലാഹുവിന്റെ റസൂലിന്റെ മഹത്വം, ആ മഹത്വം ഇടിച്ചു താഴ്ത്തുന്നവർ മുന്നണി ഉണ്ടാക്കിയിരിക്കുക. ഓക്കെ, അവർ വലിയ മുന്നണി ഉണ്ടാക്കിയതാണ്. ശരിക്കും പെട്ടുപോയി. എല്ലാ ഭാഗത്തു നിന്നും ആക്രമണങ്ങൾ വന്നു. നമ്മൾ വീണ്ടും ചോദിക്കുകയാണ്, അതിൻ്റെ പരമ്പരയും കാര്യങ്ങളും സംഗതിയൊക്കെ. ഞങ്ങൾക്ക് അങ്ങനെ ഒരു മുടിക്ക് പരമ്പര അല്ല എന്നുള്ള വിഷയത്തിൽ യാതൊരു സംശയമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുടിക്ക് മഹത്വമില്ലാത്തതുകൊണ്ടല്ല. അങ്ങനെ മഹത്വമുള്ള ഒന്ന് സംരക്ഷിക്കപ്പെടാൻ വേണ്ടതൊന്നും ഇസ്ലാമിക ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് പ്രവാചകന്റെ ആധാറുകളൊന്നും ബാക്കിയില്ല എന്നുള്ളത് ഞങ്ങളെ വാദം. മനസ്സിലായില്ലേ? പ്രവാചകന്റെ ആധാറുകളൊന്നും ബാക്കിയില്ല. ബാക്കി വെക്കേണ്ടതായിരുന്നെങ്കിൽ അത് ബാക്കിയാകുമായിരുന്നു. വലിയ പ്രതിരോധം അവർക്ക് നേരിടേണ്ടി വന്നു. എന്തെല്ലാം പരിപാടികളാണ് ഒപ്പിച്ച്. എന്തായാലും ഇവരെ കറക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഇവർ കിതാബ് ഉദ്ധരിക്കണോടത്തും പ്രമാണം ഉദ്ധരിക്കണോടത്തൊക്കെ ഇങ്ങനെ തന്നെ ചെയ്യുക. എന്താ അറിയോ? പാണക്കാടിന്റെ സപ്പോർട്ട് ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി, പാണക്കാടിന്റെ സപ്പോർട്ട് ഞങ്ങൾക്കുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇതേ വ്യക്തി സ്റ്റേജിൽ കാണിക്കുന്ന ചെറിയൊരു ടിപ്പണി ഉണ്ട്. ഇതെന്തിനാ അങ്ങനെ പറയണത്? മൂപ്പരെ മോശമാക്കാനൊന്നുമല്ല, സമുദായത്തെ കഴിച്ചിലാക്കാനാ. മൂപ്പര് വന്നെന്നാണ് പ്രസംഗിച്ച പറയണതൊക്കെ ഭയങ്കര സത്യങ്ങളായിരിക്കും, കിതാബിൽ നിന്ന് കിതാബിലേക്ക് പോകണ ഒരു ഭയങ്കര സംഭവമാണെന്നൊക്കെ അങ്ങനെ വ്യാജമായി ആരും മനസ്സിലാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. മറ്റൊരു ഉസ്താദ്, സമസ്തയിലെ മറ്റൊരു ഗ്രൂപ്പിൽപ്പെട്ട ഉസ്താദ്, അദ്ദേഹത്തിന്റെ അനുഭവം വളരെ കൃത്യമായി തെളിവുകൾ കാണിച്ചുകൊണ്ട് തന്നെ സമർത്ഥിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് കേട്ടു നോക്ക്. പാണക്കാട് തങ്ങന്മാരൊക്കെ ഞങ്ങൾ ആൾക്കാർ ഒക്കെ ഇവരെ ആൾക്കാരപ്പോ പാണക്കാട് തങ്ങന്മാർ ഞങ്ങൾ ആൾക്കാരത് മാത്രല്ല, ഇപ്പൊ പാണക്കാടേ ഞങ്ങളെ ഷെയ്ഖുനാക്ക് നല്ല സൽക്കാരാ കിട്ടണത്. നോക്ക് പറയണത്. നിങ്ങൾക്ക് തെറ്റ് പറ്റി. ഒരാഴ്ച മുമ്പ് കാന്തപുര ഉസ്താദ്
പാണക്കാട് വീട്ടിലേക്ക് ക്ഷണിക്കപ്പെട്ടിട്ട് പോയിട്ട് നല്ല സൽക്കാരം കഴിഞ്ഞാ വന്ന് കേട്ടോ. ആ വിവരം അറിയോ നിങ്ങള്? കാന്തപുരത്ത് നല്ല സൽക്കാരമായി കഴിഞ്ഞ ആഴ്ച കിട്ടിയത്. പാണക്കാട് കല്യാണത്തിന് ഇതാണ് സൽക്കാരം. അവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെയും, എല്ലാ മതവിഭാഗങ്ങളുടെ നേതാക്കളെയും, എല്ലാ മുജാഹിദിന്റെയും ജമാഅത്തിന്റെയും നേതാക്കളെയും ഒക്കെ ക്ഷണിച്ച കൂടുതൽ കാന്തപുരത്തിനും ക്ഷണിച്ചിട്ടുണ്ടാവും. മൂപ്പരുടെ ചെന്നിട്ടുണ്ടാവും, ചോറ് കൊടുത്തിട്ടുണ്ടാവും, നമുക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ കൂടുതലായി ഇതാ സൽക്കാരം. പക്ഷേ BJP ഉൾപ്പെടെ RS എല്ലാ പാർട്ടി, എല്ലാ സാംസ്കാരിക നായകന്മാരൊക്കെ ക്ഷണിച്ച കൂടുതൽ മൂപ്പനും ക്ഷണിച്ചിട്ടുണ്ട്. പോയി ഇതാണ് ഇപ്പൊ സൽക്കാരം, കല്യാണത്തിന് വിളിച്ചു എന്നുള്ളതാണ്. ഓക്കെ, നോ കമന്റ്സ്. നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കമന്റ് ചെയ്യല്ല. ഇത്രേ ഉള്ളൂ. ഇങ്ങനെയൊക്കെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. കല്യാണത്തിന് പോയപ്പോൾ എടുത്തൊരു ഫോട്ടോ എടുത്തിട്ട് അത് വെച്ചിട്ട് പാണക്കാടിന്റെ സപ്പോർട്ടും മുടിക്കുണ്ടെന്ന് വരുത്തി തീർക്കുക. ഈ ജാതി പരിപാടി ഏത് പത്രവാർത്തയിൽ വരെ ഇങ്ങനെ തട്ടിപ്പ് നടത്തുന്നവര് കിതാബിൽ എന്തൊക്കെ ചെയ്തു എന്ന് ഞങ്ങളല്ല പറയണത്. പറഞ്ഞോട്ടെ, കിതാബുമ്മ ചെയ്ത പരിപാടി, ഒരു മുടിയുടെ ഇന്ന സ്ഥലത്ത് മുടിയുണ്ട്, ആ മുടിയുടെ എണ്ണം സംബന്ധിച്ചൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് വന്നോട്ടെ. അത് തുർക്കിയിലാണ് ഏറ്റവും അധികം മുടി എന്ന് ഓരോന്നും നോക്കി മറുപടി പറയാൻ കാത്തു നിൽക്കുന്ന ചില ആളുകൾ. ഒരു അബ്ദുറഹ്മാൻ മുസ്ലിയാർ എനിക്ക് മറുപടി പറഞ്ഞു, അതൊന്ന് തുർക്കിയിലാണ്. മുടികളിൽ ഏറ്റവും കൂടുതൽ മുടി കിടക്കുന്നത് തുർക്കിയിലാണ്, മുസ്തഫ കമാലിന്റെ സ്ഥലത്താണ്. ഏറ്റവും കൂടുതൽ മുടിയുള്ളത് തുർക്കിയിൽ മുസ്തഫ കമാലിന്റെ സ്ഥലത്താണ് അയാൾ പറയാറ്. ഞാൻ ചോദിക്കുന്നത് അത് ഏത് കിതാബിലാണ് ഉള്ളത്? അതിനെന്താ സനദ്? ഏറ്റവും കൂടുതൽ തുർക്കിയിലാണ് മുടിയുള്ളതെങ്കിൽ അതിന്റെ സനദ് എന്താണ്? ഏത് കിതാബിലാ ഉള്ളത്? അവിടെ എത്ര മുടിയുണ്ട് പറ. 35 മുടി 35 മുടി സൂക്ഷിച്ച സ്ഥലം എന്റെ കയ്യിൽ കിതാബിലുണ്ട്. ഞാൻ ചോദിക്കുന്നത് തുർക്കിയിലാണ് ഏറ്റവും കൂടുതൽ. നിങ്ങൾ പറഞ്ഞല്ലോ ഏത് കിതാബിലാ ഉള്ളത്? അവിടെ എത്രയാ ഉള്ളത്? സനദ് വായിക്ക്. ആ 2 മറുപടി പിന്നെ ഇതുകൊണ്ട് തീർക്കുന്നൊന്നുമില്ല. വായിക്കട്ടെ. അടുത്തത് ഞാൻ പറയാ. കുസ്തന്തീനിയ 34 മുടി. ഞാൻ നേരത്തെ പറഞ്ഞ 35 അത് തിരിച്ചോ. 34 മുടി. അൽ-ആസാറുൻ നബവിയ്യ അഹ്മദ് തൈമൂർ ഗ്രന്ഥം നോക്കിക്കോ. നിങ്ങൾ പറഞ്ഞു കഴിയാന്ന് പിന്നെ ചോദിക്കണ്ട, ഇപ്പൊ തന്നെ പറഞ്ഞു. എന്റെ മുസ്ലിയാരെ, ഇമാതിരി പൊട്ടപ്പോയത്തോ ഇനിയെങ്കിലും പറയണം. മൊയ്ലാമാറെ പറയിക്കത്. ഞാൻ സത്യത്തിൽ വിചാരിച്ചത് ഇയാൾക്ക് കുറച്ച് വിവരം ഉണ്ടെന്നുള്ളൊരു മതിപ്പനക്ക് ഉണ്ടായിരുന്നു. ഈ കുസ്തുന്തീനിയ എന്ന് പറഞ്ഞത് തുർക്കിയാണ്. ഒരാള് പറയാ താജ്മഹൽ ഇന്ത്യയിലാണ് എന്ന് ഞാൻ പ്രസംഗിക്കുക, അതിന്റെ ക്ലിപ്പിടുക, എന്നിട്ട് പറയാ ആരാ പറഞ്ഞേ താജ്മഹൽ ഇന്ത്യയിലാന്ന്? ആരാ പറഞ്ഞേ? ഡൽഹിയിലാണ്, ആഗ്രയിലാണ്. കോൺസ്റ്റന്റിനോപ്പിൾ എന്ന് പറയുന്ന കുസ്തുന്തീനിയ തുർക്കിയിലാണ്. അത് എനക്ക് മറുപടിയല്ല, എനക്ക് അനുകൂല. സമ്മതിച്ചു ഏറ്റവും കൂടുതൽ മുടിയുള്ളത് തുർക്കിയിലാണ് എന്ന് സമ്മതിച്ചു. അല്ലെങ്കിൽ ഇത് സനദിന്റെ ഈ പറയുന്ന പ്രധാന കാര്യത്തിന് ബന്ധിച്ച കാര്യമല്ല. ഞാനത് പറഞ്ഞു എന്നേ ഉള്ളൂ. അതിനെ ഗണ്ണിക്കാൻ ശ്രമിച്ചു. എന്നാ അതുകൊണ്ടും തീർന്നില്ല. എത്രയാ പറഞ്ഞേ? 34. ആദ്യം 35 പറഞ്ഞു, പിന്നെ 34 പറഞ്ഞു. തിരുത്തിക്കോ, 35 തിരുത്തിക്കോ, 34 തിരുത്തിക്കോ. രണ്ടും അല്ല നിങ്ങൾ പറഞ്ഞ കിതാബിലുള്ളത്. 43 എന്ന് പറഞ്ഞാൽ 34 അല്ല മൊയിലാറേ, 43 അപ്പൊ തലക്കുന്നേ തുടങ്ങിക്കോ. 1ാം ക്ലാസ് മുതൽ അങ്ങനെ അങ്ങ് 100 വരെ എണ്ണി പഠിക്കുക. എന്നിട്ട് പോരെ എന്നെയും ബഹാവുദ്ദീൻ മൊലാരി അറബി പഠിപ്പിക്കുന്നത്? പോരെ? അതുപോലെ 43 എവിടെ പഠിച്ചെന്നറിയോ? ഈ കിതാബ് ഒന്ന് അദബ് കേട്. ആ അദബ് കേടിന്റെ കൂടെ മുഹമ്മദുൽ ഖാമിസിന്റെ അടുത്ത്, മുഹമ്മദ് ഖാമിസ് മുഹമ്മദ് 5ാമൻ 5 എന്നല്ല, അത് കഴിഞ്ഞിട്ട് മുഹമ്മദുൽ ഖാമിസിന്റെ അടുത്ത് 43 ശഅറത്തൻ മഹ്ഫൂദത്തൻ മഅൽ അമാനത്തിൽ മുബാറക എന്ന് പറയുന്നുണ്ട്. ഈ 43 ഖാമിസും 3 കൂടി ഒന്നിച്ച് കണ്ടപ്പോൾ മൂപ്പര് വിചാരിച്ചു അൽ ഖാമിസ് പറഞ്ഞ വേറെയാണ്, 43 വേറെയാണ്. അൽഹാമിസും മനസ്സിലായിട്ടില്ല, സലാസത്തും മനസ്സിലായിട്ടില്ല, അർബഈനും മനസ്സിലായിട്ടില്ല. എന്നിട്ട് ഓക്കെ, ഇത്രേ ഉള്ളൂ. നമ്മള് ഭയങ്കര സംഭവമായി കെട്ടിപ്പടുത്തു കൊണ്ടു നടക്കുന്ന ഇവർക്കൊക്കെ തെറ്റോ, ഇവർക്കൊക്കെ പേക്കോ എന്നൊക്കെ വിചാരിക്കുന്ന ആളുകള് അവസാനം
സഹോദരന്മാരെ അവരതൊക്കെ ഏൽപ്പിച്ച് നമുക്കിത് പഠനമല്ല, ചിന്തയില്ല. നമ്മൾ പെരീക്കൊരു 1 കിലോ മത്തി വാങ്ങുകയാണെങ്കിൽ നല്ല നോക്കിയിട്ടേ വാങ്ങുള്ളൂ, 1 കിലോ ആപ്പിൾ വാങ്ങുകയാണെങ്കിൽ നോക്കിയിട്ടേ വാങ്ങുള്ളൂ. ദീനൊക്കെ അതൊക്കെ ഈ ജാതി ഉസ്താദുമാരുടെ അടുത്ത് ഏൽപ്പിച്ചിരിക്കുകയാണ്. അത് തിരുത്താൻ വരുമ്പോഴോ ഭയങ്കര അസ്വസ്ഥത ആൾക്കാർക്ക്. അങ്ങനെ അസ്വസ്ഥതപ്പെടണ്ട. കാരണം എന്താ അറിയോ? കുല്ലുഹുമ്മാതീഹി യൗമൽ ഖിയാമത്തി ഫർദാ. ഒറ്റക്കൊറ്റക്കാ പടച്ചോന്റെ അടുത്ത് വരേണ്ടി വരിക. അവിടെ സംഘടിതമായി തക്ബീർ മുഴക്കിയിട്ടല്ല വരിക. മനസ്സിലായില്ലേ? മാത്രല്ല കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ സഅലഹും ഖസനതുഹാ അലം യഅതികും നദീർ. സംഘമായി നരകത്തിലേക്ക് തള്ളുമ്പോഴേ നരകത്തിന്റെ കാവൽക്കാർ ചോദിക്കുന്നതാണ്, നിങ്ങൾക്ക് മുന്നറിയിപ്പുകാർ വന്നിരുന്നില്ല മനുഷ്യന്മാരെ? അപ്പൊ പറയുന്നതാണ്, ഖാലൂ ബലാ ഖദ് ജഅനാ നദീർ. മുന്നറിയിപ്പുകാർ ഞങ്ങൾക്ക് വന്നിരുന്നു. ഫകദ്ദബിന, ഞങ്ങൾ അവരെ കളവാക്കി. വഖുൽന, ഞങ്ങൾ അവരോട് പറഞ്ഞു, മാ അൻസലല്ലാഹു മിൻ ശൈ, ഞങ്ങൾക്ക് ഹിദായത്ത് തരാനുള്ള ഒന്നും നിങ്ങളെ വഴി പടച്ചോൻ കൊണ്ടുവന്നിട്ടില്ല, ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല, ഞങ്ങൾക്കുള്ളതൊക്കെ ഇവിടെ ഉണ്ട്. ഇതിലേറെ വലുതാണ് ഞാൻ കാണിക്കാൻ പോണത് കേട്ടോ. എങ്ങനെയാണ് കളവ് പറയാന്ന് കാണിച്ചു തരാം. ഇതാ ഈ കാരന്തൂരിൽ നടന്ന ചിത്രത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇങ്ങനെ ഒരു മുടി ഉണ്ട് എന്ന് പറഞ്ഞു. മുടിയുടെ സെനത് ചോദിച്ചപ്പോ സാധാരണ മർക്കസിന്റെ സമ്മേളനത്തിനാണ് കേരളത്തിലെ എല്ലാ കാന്തപുരം വിഭാഗത്തിന്റെ ശാഖകളിൽ നിന്നും ആളുകളെ നുള്ളിപ്പൊറുക്കി കൊണ്ടുവരുന്ന സ്ഥലം. അതാ ഭയങ്കര സൈക്കോളജിക്കൽ ആയിട്ടുള്ള മൂവായിരുന്നു. ഇവിടെ വന്നിട്ട് ഒരു അറബി പണ്ഡിതനെ കൊണ്ട് സെനതാണ് വായിപ്പിച്ചു. ഇതൊക്കെ ഈ കേരളത്തിൽ നടന്നതാ. ഇതൊന്നും മായ്ച്ചാൽ മായ്ക്കണല്ല. ഇതിനൊന്നും ഒരാളും മറുപടി പറയും നിങ്ങൾ വിചാരിക്കണ്ട. അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കും, നാളെ പോയിട്ട് ചോദിക്കും, അവിടെ വന്നവർ ഇങ്ങനെ പറഞ്ഞല്ലോ, നമുക്ക് ഇവിടെ മറുപടി ഒന്നും വേണ്ട, എവിടെങ്കിലും പറഞ്ഞ മറുപടി ഉണ്ടോ എന്നും ചോദിക്കും. എവിടെ കഴിഞ്ഞ 10 കൊല്ലത്തിന്റെ ഇടയ്ക്ക് എവിടെങ്കിലും പറഞ്ഞ മറുപടി ഞാൻ ഇട്ടതിന് നാളെ ഞാൻ എൻ്റെ പേജിൽ പോസ്റ്റ് ചെയ്യാം. വെല്ലുവിളിയൊന്നുമല്ല. ഈ ജനതയെ പറ്റിക്കാൻ പാടില്ല എന്നുള്ള നിലയ്ക്ക് എളിയ ഒരു മനുഷ്യന്റെ ഒരു റിക്വസ്റ്റ് ആയിട്ട് എടുത്താൽ മതി. നിങ്ങൾ ആരും വിഷമിപ്പിക്കാനല്ല, അല്ലേ? ആരും വിഷമിപ്പിക്കാനല്ല. ഇവിടെ പോർവിളികളും കൊലവിളികളും കത്തിയെടുക്കലും കൊല്ലലും വെട്ടലും ഒക്കെ നടക്കും. വേറെ പലരും നടക്കും. ഓല കൂടെ സ്വസ്ഥമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഓർക്ക് ആരും സമ്മർദ്ദങ്ങളൊന്നുമില്ല. നമ്മൾ ഈ പച്ചയായ സത്യം ആരെയും വഷളാക്കണില്ല, ആരെയും അപമാനിക്കണില്ല. ചോദിക്കാണ്. ഈ കാരന്തൂരിലെ ഒരു രംഗം ഞാൻ കാണിക്കാം. ഈ കാരന്തൂര് സുന്നി മർക്കസിന്റെ അകത്ത് പേരോട് അദ്ദേഹം നടത്തുന്ന ഒരു രംഗമുണ്ട്. എന്താ പിന്നെ അദ്ദേഹം സെനത് ഒന്നുകൂടെ വായിച്ചോട്ടെ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യകേശം മഹാനായ ഷെയ്ഖ് അബൂബക്കറിലേക്ക് നീക്കം ചെയ്യുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് സയ്യിദി മുഹമ്മദ് ഖാദി അവർകൾ അതിന്റെ സെനത് പരസ്യമായി വായിച്ചുകൊണ്ടാണ് ഇവിടെ വെച്ച് ആ മുടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുടി ഷെയ്ഖ് അബൂബക്കർ അവരുടെ കയ്യിലേക്ക് ഞാൻ കൈമാറാൻ ഉദ്ദേശിക്കുന്നത്. അതിവിടെ വായിച്ചു. അറബി സഹോദരനെ കൊണ്ട് വായിപ്പിക്കണേ ആ ഭാഗം കൂടി നമുക്കൊന്ന് കേൾക്കാം. സെനത് വായിപ്പിക്കുന്ന ആ ഭാഗം കൂടി കിട്ടുമോ? ഓക്കെ, വേണ്ട. അദ്ദേഹം വായിക്കാണ് ഇങ്ങനെ, ഇന്നാളുടെ വാപ്പ ഇന്നാളുടെ വാപ്പ ഇന്നാളുടെ മോനെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വായിക്കാണ് കേട്ടോ. അതിവിടെ ഈ കാരന്തൂരിലിടന്ന് സീന ഞാൻ പറയണത്. അതോടുകൂടെ എന്ത് ചെയ്തു എന്നറിയോ? സമ്മേളനത്തിന് വന്നവർക്കൊക്കെ ഭയങ്കര സമാധാനമായി. കാരണം ഈ മുജാഹിദീങ്ങളും സമസ്ത IK വിഭാഗമൊക്കെ നിരന്തരം ചോദിക്കുക, ഞങ്ങൾ മുടന്റെ സെനത് എവിടെ? കാരണം എന്താ പറയുക, സെനത് വേണമെന്ന് കാന്തപുരം പറഞ്ഞാണ്. സെനത് വേണമെന്ന് കാന്തപുരം തന്നെ ഒന്ന് പറഞ്ഞോട്ടെ. സെനത് വേണമെന്നുള്ളത് അദ്ദേഹം തന്നെ നേരത്തെ പറഞ്ഞതാ. അതൊന്ന് കേട്ടു നോക്കൂ. ഒന്ന് പറയാമോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സെനത് ഇങ്ങനെ ടെലിഫോണിലൂടെ വിതരണം ചെയ്യുന്ന ഒരു സാധനം അല്ല. സെനത് എന്ന് പറഞ്ഞാൽ പരമ്പര. ആ പരമ്പര ഉള്ളത് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. സെനത് എന്ന് പറഞ്ഞ സെനത് ഉള്ളതേ സ്വീകരിക്കുള്ളൂ എന്ന് പറഞ്ഞു വെച്ചോണ്ട് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, എവിടെ സെനത്, എവിടെ സെനത്? അപ്പോഴാണ് അറബ് വ്യക്തിയെ കൊണ്ട് തന്നെ അതൊന്ന് വായിപ്പിച്ച് എല്ലാവരും അന്ന് രാത്രി ഭയങ്കര സമാധാനത്തിൽ എല്ലാവരും പോയി. നേരം വെളുത്ത് അങ്ങനെ ഉണ്ടല്ലോ, സെനതൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ള ലെവലിലാണ്. അപ്പോ ഇത് വായിച്ച് കേട്ടപ്പോൾ തന്നെ കിതാബ് തിരിയണവർക്കും ഇൽമ അറിയണവർക്കൊക്കെ മനസ്സിലായി ഇത് കുടുംബ പരമ്പരയാണ്. ഇത് കുടുംബ പരമ്പരയാണ്. അത് ശക്തമായി ഉന്നയിച്ചു, നമ്മളെല്ലാവരും ഉന്നയിച്ചു. ഏതാക്കുണ്ടാകുത്? മുഹമ്മദിന്റെ മോൻ അഹമ്മദ്, അഹമ്മദിന്റെ മോൻ സുലൈമാന്, സുലൈമാന്റെ മോൻ ഇസ്മായില്, ഇസ്മായിലിന്റെ മോൻ അബ്ദുറഹ്മാന്. ഇതാർക്കല്ലാത്ത ഇതാർക്കും കിട്ടുമല്ലോ. അവസാനം ഇവിടെ ഇത് സെനതാണെന്ന് പറഞ്ഞ മൂപ്പരന്നെ പറഞ്ഞു ഇത് സെനതല്ല. അടുത്ത നൊണ നമ്പർ 1 അത് സെനതാണെന്ന് പറഞ്ഞത്. നൊണ നമ്പർ 2 അത് മാറ്റിയിട്ട് എന്താ
ഇത് സനദല്ല, ഇത് നസബയാണ് എന്ന് ഇതേ പേരോട് തന്നെ പറയണം. നിങ്ങൾ കേട്ടോളൂ. الشيخ أحمد بن العبد النحري عماد المحققين وفقيه المسلمين مفتي المذهبين العالم الجليل سيد الشيخ محمد بن السيد الورع المدقق العلامة الشيخ أحمد بن الإمام العالم العامل سيدي حسن ഇങ്ങനെ മൂപ്പര് ആരാണെന്ന് പരിചയപ്പെടുത്തുക. ആ പരിചയപ്പെടുന്ന മൂപ്പരുടെ പേര്, മൂപ്പര ഉപ്പാന്റെ പേര്, ഉപ്പാന്റെ പേര് ഇങ്ങനെ പറയാം. ഈ ഉപ്പാന്റെ പേരിന് എന്താ പറയാ? അതിന് നസബ എന്നാ പറയാ. അതാ പറയാ, കേട്ടില്ലേ? ആദ്യം സനദ് എന്നാ പറഞ്ഞത്, പിന്നെ നസബ. അപ്പൊ പിന്നെയായല്ലോ. അപ്പോ ഇവിടെ മർക്കസിൽ, ഇവിടെ കാരന്തൂര്, ഈ പരിപാടി നടക്കുന്ന കാരന്തൂരിൽ ഭയങ്കര മുദ്രാവാക്യൊക്കെ അല്ലാഹു അക്ബർ ഒക്കെ പറഞ്ഞ് 1.5 ആൾ ഉയരത്തിൽ ചാടിയ കുട്ടികളൊക്കെ നിരാശരായി. ഞാൻ പറയണത്, ഇവരോട് പറയുമ്പോൾ തന്നെ ചാടാൻ നിൽക്കരുത്, പരിശോധിച്ചിട്ട് ചെയ്താൽ മതി. ഞങ്ങളെ രീതി എന്താ? അപ്പൊ ഞാൻ ഇവിടുന്ന് വേണ്ടാത്തൊരു കാര്യം പറഞ്ഞാൽ ഇറങ്ങുമ്പോൾ ചോദിക്കും, അല്ല വലിയ അതെവിടെ, അതിന് തെളിവേടെയുള്ളത്? അല്ലെ, ഞാനൊരു ഹദീസ് വായിച്ചപ്പോൾ അതിൽ ളഅഫുണ്ട് വിചാരിച്ചോ, ഈ പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങി ആദ്യം നോക്കുക, എന്താ ഇങ്ങനെ ഉണ്ടാവും, വലിയ ഇത് ഇങ്ങനെ പറഞ്ഞൂടെ, അങ്ങനെ ആയിക്കൂടെ, ആ വാക്യം നമ്മൾ പ്രയോഗിക്കണോ, നമ്മളെ സംസാരം കുറച്ചുകൂടി ഇതാകണ്ടേ? ഇത് ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കും. ആരാണെങ്കിലും, PN അബ്ദുൽ ലത്തീഫ് മദനി മുതൽക്ക് ആരാണെങ്കിലും ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതല്ലാതെ ആരെങ്കിലും എന്താണ് പറയുമ്പോൾ തന്നെയാണ് ചാടലൊന്നുമല്ല. അപ്പൊ അവസാനം എന്ത് ചെയ്തോ, ഇത് നസബയാണെന്ന് പറഞ്ഞ ആള് പറഞ്ഞു, ഇത് സനദ് എൻ്റെ അടുത്തുണ്ട്, ക്യാമറന്റെ മുന്നിക്ക് വരാതെ സൂക്ഷിക്കുന്നുണ്ട് മൂപ്പര്. ഒരു കടലാസ് ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട്, അദ്ദേഹം തന്നെ അത് കാണിച്ചു കൊടുക്കട്ടെ. ഇല്ലാഞ്ഞിട്ടല്ല, ഇതാ ഈ സ്റ്റേജ് മുന്നിലൊക്കെ ഉസ്താദിനെ സ്നേഹിക്കുന്ന മഹിബീങ്ങൾ അഹങ്കാരങ്ങളും സനദ് വേണമെങ്കിൽ എല്ലാവരും നോക്കിക്കോളി, ഉസ്താദിന്റെ ഇരിക്കട്ടെ. അപ്പൊ സനദ് ഇല്ലാന്ന് പറഞ്ഞിട്ടില്ല, അത് പച്ചക്കള്ളമാണ്. സനദ് ഇവിടെയുണ്ട്. ആർക്ക് വേണമെങ്കിലും മർക്കസിൽ എന്താ കാണിച്ചു തരുന്നു. ഉസ്താദിനെ ബുദ്ധിമുട്ടിക്കണ്ട, ഞാനിവിടെ ഉസ്താദിന് കുറെ 10,000 ശിഷ്യന്മാർക്കില്ലേ, അതുകൊണ്ട് കാര്യമില്ല, ബുദ്ധിമുട്ടേണ്ടി വരും. നിങ്ങളോടുള്ള പ്രശ്നം കൊണ്ടല്ല, ഇത് മുത്ത് റസൂലുള്ളാഹിന്റെ പേരിലുള്ള നുണയായതുകൊണ്ട്, ശുദ്ധ അസംബന്ധമായതുകൊണ്ട്, കളവായതുകൊണ്ട്. അല്ലാത്ത വല്ല വേർഡുണ്ടെങ്കിൽ തന്നോളി, ഞാൻ പറഞ്ഞോളാം. ഇതിനെങ്ങനെ പറയാൻ പറ്റുള്ളൂ? മുത്ത് റസൂലുള്ളാഹിന്റെ പേരിൽ പച്ചക്കള്ളം പറഞ്ഞ് കച്ചവടമാക്കുന്ന പരിപാടി, അത് ഞങ്ങളുടെ ചങ്കിലെ ചോറുള്ളിടത്തോളം കാലം ഞങ്ങൾ അനുവദിക്കില്ല. ഒരു സംശയമില്ല. അതാരുടെ ഭീഷണിക്ക് മുന്നിലും ഉരുളങ്കല്ലിന് മുന്നിലും അവസാനിക്കുന്ന ഒന്നല്ല. ഉറക്കെ പറയും, 1000 ഉച്ചസ്ഥരം ഉറക്കെ പറയും. അപ്പോ പ്രസംഗം കഴിഞ്ഞു, ഇത് ക്യാമറ മുമ്പ് കാണും, എന്താ, ഞങ്ങൾ സ്ക്രീൻഷോട്ട് അടിക്കും, AI ടൂളുകൾ ഉപയോഗിക്കും, സാധനം എടുക്കും. അതോൽക്കറിയാം, അതറിയാം. ഞങ്ങൾ കുട്ടികൾ അത് എടുക്കുന്നവർക്കറിയാം. അതുകൊണ്ട് ഇങ്ങനെ ക്യാമറിന് മുന്നിൽ നിന്ന് ഇങ്ങനെ ഒഴിവാക്കിയിട്ട് കാലിക്കടലാസാണ്. കാലിക്കടലാസാന്ന് ഞാൻ വെറുതെ പറഞ്ഞല്ല, അത് കാലിക്കടലാസാന്ന് തെളിയിക്കാൻ പോവുകയാണ്. പ്രസംഗം കഴിഞ്ഞ ഉടനെ നമ്മളെ കൂട്ടത്തിലെ ഒരാൾ മുപ്പരെ വിളിച്ചു, സനദ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതെവിടെ? അതിന്റെ ഉത്തരം എന്താ പറയണത്? കേട്ടോളി. ഇവര് പറയുന്നുണ്ടല്ലോ, ഹസ്രജി പറയുന്നുണ്ടല്ലോ, എനിക്ക് സ്വഹിയായ പരമ്പരയിലൂടെ കിട്ടി എന്ന് ഉള്ളത് 5 സൈൻ ചെയ്താണല്ലോ. പക്ഷെ ആ സനദ് അങ്ങനെ കിട്ടിയത് അത് നിങ്ങൾ അറിയില്ലല്ലോ. അത് നിങ്ങൾ കണ്ട അറിവില്ല. എങ്കിൽ ആ സയ്യായ സനദും കൂടി അവരോട് ചോദിക്കാമായിരുന്നല്ലോ. ഹസ്രജിയുടെ അടുത്തുനിന്ന് സയ്യായ സനദ് മുഖാന്തരം കിട്ടിയെന്ന് പറയുമ്പോൾ ആ സയ്യായ സനദൊന്ന് ഞങ്ങൾക്ക് നൽകിയാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞ ആ സനദും കൂടി വാങ്ങിക്കൂടെ? അയാളിപ്പോ അവിടെ ഇല്ല, അബുദാബിയിലില്ല. അത് ശരിയാ. അപ്പൊ ഞാൻ വിളിച്ചു നോക്കിയതാണ്. അല്ല, അയാൾ അബുദാബിയിൽ ഇല്ല എന്നാ പറയണത്. ഇവിടെ എൻ്റെ അടുത്തുണ്ട്, മർക്കസിക്ക് പോകണ്ട, ഇപ്പൊ കുറ്റ്യാടിയിലുണ്ടെന്നല്ല നേരത്തെ പറഞ്ഞത്. പിന്നെ എന്തിനാ അബുദാബി? അപ്പൊ ജനങ്ങളെ കണ്ടോളി, കേട്ടോളി, മനസ്സിലായിക്കോളി. അതിനായി ടൈറ്റിൽ കൊടുത്ത്, നിങ്ങൾക്ക് മനസ്സിലായല്ലേ? അതിനായി ടൈറ്റിൽ കൊടുത്ത്. അതിലേറെ പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ ആദ്യം പറഞ്ഞു, അതിന്റെ ശേഷം ഈ കാര്യങ്ങളും പറഞ്ഞു. ഇനി ശരിക്കും എന്താ വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, നേരെ മൈക്ക് പെർമിഷൻ എടുക്കുക, കൃത്യമായി വിശദീകരിക്കുക. ഇവർ പറഞ്ഞത് കളവാണ്, ഞങ്ങൾ ക്ലിപ്പ് മുറിച്ചിടുക, ഇതങ്ങനെയല്ല ഉദ്ദേശിച്ചതെന്ന് കൃത്യം പറയില്ല, മിണ്ടില്ല. ഞങ്ങൾക്കത് അറിയാം. ഞങ്ങളിത് എത്രയോ കാലമായി ഉന്നയിക്കുന്ന കാര്യങ്ങളാണ്, കൃത്യമായി ഉന്നയിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇവിടെ ആദ്യം മർക്കസിൽ കാണിച്ചു, പിന്നെ അത് നെസബയെന്ന് പറഞ്ഞു, പിന്നെ കുറ്റ്യാടിയിൽ ഇങ്ങനെ കാണിച്ചു, പിന്നെ അതും തള്ളി. ഇപ്പൊ ദുബൈക്കാന്ന് വെറുതെ പറഞ്ഞല്ല, പത്രക്കാരെ മുന്നിൽ ചെന്ന അവസാനം നിക്കകളില്ലാതെ പത്രക്കാരെ മുന്നിലെത്തിയപ്പോൾ വന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താ, അതുപോലെ ദുബൈക്ക് വരുന്നില്ല എന്നാ പറഞ്ഞു. കേട്ടോളി. കോഴിക്കോട് പരിസരത്ത് വലിയ ഒരു പള്ളി നിർമ്മിക്കണമെന്ന് ഞങ്ങൾക്ക് നേരത്തെ ആഗ്രഹമുള്ളതാണ്. ഈ കോംപ്ലക്സിലെ പള്ളിയിലും
കോഴിക്കോട് ഞങ്ങൾ നിർമ്മിച്ച എല്ലാ പള്ളികളിലും അല്ലാത്ത പള്ളികളിലും എല്ലാം വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിന് 500ഉം 1000ഉം വ്യക്തികൾ പേർ പള്ളിയുടെ പുറത്തു നിന്ന് റോട്ടിൽ നിന്ന് നിസ്കരിക്കാറുണ്ട്. ഇവർക്കെല്ലാവർക്കും നിസ്കരിക്കാൻ സ്ഥലം വേണം. കൂടാതെ ഈ പുണ്യകേശം കാണാൻ വരുന്ന ആളുകൾക്ക് നിസ്കരിക്കാൻ സൗകര്യം വേണം. അങ്ങനെയുള്ള ഒരു വലിയ പള്ളി നിർമ്മിക്കണമെന്ന് ഞങ്ങൾക്ക് നേരത്തെ ആഗ്രഹമുണ്ട്. ഈ തിരുകേശവും കൂടി ലഭിച്ചപ്പോൾ അതും അവിടെ നിക്ഷേപിക്കാം എന്ന് ഇനിയെങ്കിലും അത് അവസാനിപ്പിക്കാൻ ഞങ്ങൾ പറയുന്നു. അവർ ഞങ്ങളെ കൂടെ വരട്ടെ, ഞങ്ങൾ ഏതു സമയത്തും പോകാൻ തയ്യാറാണ്. അഹമ്മദ് ഹദറജിയുടെ അടുക്കൽ പോയി സനദില്ല എന്നാണ് അദ്ദേഹത്തിന് കാണിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഞങ്ങൾ ഇതിൽ നിന്ന് ഇത് ഖേദിച്ച് മടങ്ങാൻ തയ്യാറാണ്. അദ്ദേഹം കാണിക്കുകയാണെങ്കിൽ ഇവരും ഖേദിച്ച് മടങ്ങണം. അതുവരെ അവർ നിർത്തണം, ഭിന്നിപ്പ് നിർത്തണം. അത് ഉസ്താദിന്റെ കുട്ടികളെ ചിലപ്പോൾ അങ്ങനെ നിർത്തണം എന്ന് പറഞ്ഞാൽ നിർത്തും. നമ്മൾ നിർത്തൂല. നിങ്ങളിവിടെ കാരന്തൂരിൽ വെച്ച് പറഞ്ഞു ഇതാണ് സനത്, കുറ്റ്യാടി വെച്ച് പറഞ്ഞു അതല്ല അത് നസബയാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞു ഇതാ കയ്യിൽ കടലാസിലുണ്ട്. ഇപ്പോൾ കാരന്തൂർ മാത്രമല്ല കുറ്റ്യാടിയിലുണ്ട്, ഉസ്താദിനെ ഇടങ്ങാറാക്കണ്ട. ഇപ്പം പിന്നീട് നിങ്ങൾ പത്രക്കാരോട് പറഞ്ഞാൽ ദുബൈയിലാണുള്ളത്. അപ്പോൾ ബഹാവുദ്ദീൻ നദ്വി പറഞ്ഞു ഇനി ദുബൈയിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ ഓര് പറയും അത് മൊഹീദ്ദീൻ ഷേഖിൻ്റെ അവിടെ പോകണം, പിന്നെ ബഗ്ദാദിൽ പോകണം എന്ന് പറയും. അവിടെ പോയാൽ ഇത് കിട്ടൂലല്ലോ എന്നാണ്. അത് കിട്ടാതിരിക്കാൻ പാടില്ല. കാരണം മൊഹീദ്ദീൻ ഷേഖിനെ ആണ് വിളിച്ചാൽ അപ്പണ് കിട്ടണം എന്നാണ്. ഒറ്റ വിളി വിളിച്ചാൽ മതി. 1000 വട്ടൊന്നും വിളിക്കേണ്ട, ഒറ്റ വിളി വിളിച്ചാൽ കിട്ടണം എന്നാണ് ശരിക്കും നിയമം. മനസ്സിലായില്ലേ? ഞാൻ പിന്നെ ഇതിലേക്ക് പോണില്ല. ഇനി അപ്പം അത് പൊളിഞ്ഞു. പിന്നെന്താ പള്ളിയാണ്. പള്ളിനെ കുറിച്ച് പറഞ്ഞാൽ എന്താ നിങ്ങൾ കേട്ടല്ലോ. പള്ളിനെ കുറിച്ച് പറഞ്ഞേ, ഇവിടെ ഓൾറെഡി കോഴിക്കോട് ഒരു വലിയ പള്ളി ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിരുന്നു. കോഴിക്കോടെല്ലാം ഉണ്ടാക്കിയേ. കോഴിക്കോട്ട് എല്ലാ പള്ളി നിറഞ്ഞു കവിഞ്ഞ സ്ഥിതിക്ക് കോഴിക്കോട് അങ്ങാടിയിൽ വന്ന ആൾക്ക് പിന്നെ അവരുടെ അങ്ങാടി ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കയറി നിസ്കരിച്ചാൻ പറ്റിയ സ്ഥലത്താണോ അപ്പോൾ പള്ളി ഉണ്ടാക്കിയത്? ഒക്കെ വൈരുദ്ധ്യമാണ്. മാത്രമല്ല മൂപ്പര് ചോദിച്ചെന്താ പറയുക, ഇത് ഷാറെ മുബാറക്കിന് വേണ്ടി ഉണ്ടാക്കിയ പള്ളി അല്ല എന്നാ. നമ്മളെ അങ്ങാടികളിൽ മുഴുവൻ കെട്ടിയ പിന്നെ വലിയ ഫ്ലക്സ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും അല്ലേ? ആ ഫ്ലക്സ് കണ്ട ആളുകൾ ഓർമ്മ ഉള്ളവരൊന്ന് കയ്യൊന്തിക്കും. അതാണ് ഇവിടെ ഈ അങ്ങാടിയിൽ എല്ലാവരും കയ്യൊന്തിക്കും. എന്നാ അപ്പൊ പിന്നെ പറഞ്ഞാൽ എന്താ അറിയോ? പിന്നെ പറഞ്ഞേ ഇത്ര പോന്നൊരു മുടിക്ക് അത്ര വലിയൊരു പള്ളി വേണമെന്നാ ചോദിച്ചത് പത്രക്കാരൻ മുന്നിലെത്തിയപ്പോൾ. അദ്ദേഹം പറയട്ടെ. നേരത്തെ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്, അവിടെ വരുന്ന ആളുകൾക്ക് നിസ്കരിക്കാൻ വേണ്ടി പള്ളി നിർമ്മിക്കുന്നു, ആ പള്ളിയിൽ ഇത് സ്ഥാപിക്കുകയും ചെയ്യുന്നു. അങ്ങനെ തന്നെയാണ് ലോകത്ത് കേശം സൂക്ഷിക്കപ്പെട്ട പള്ളികളൊക്കെ ഉള്ളത്. അത് ഏത് വ്യക്തിക്ക് മനസ്സിലാവില്ല ഒരു കേശം സൂക്ഷിക്കാൻ ഇത്ര വലിയ പള്ളി വരില്ല എന്നുള്ളത്. അത് ആർക്കാണ് മനസ്സിലാവാത്തത്? അപ്പോൾ പള്ളി നിർമ്മിക്കുന്നത് നിസ്കരിക്കാനാണ് അവിടെ വരുന്ന ജനങ്ങൾക്ക്. കണ്ടോ? അപ്പൊ ആദ്യം ഇത് കേശപ്പള്ളിയാണെന്ന് പറഞ്ഞ് പിന്നെ അതിൽ നിന്ന് പിന്നോട്ട് പോകുന്ന അവസ്ഥയാണ് ഉണ്ടായത്. എന്നാൽ ഇതിന്റെ ക്യാമ്പയിൻ വളരെ നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. എന്താ? മുടി ആടും, മുടി ഓടും, മുടി ചാടും, ഇങ്ങനെ പല പല കാര്യങ്ങൾ നേരത്തെ തന്നെ ഇവര് സംസാരിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താ നിങ്ങൾ മുടി ഇവർ തിരിച്ചു ചോദിച്ചു, സമസ്ത EK വിഭാഗം ചോദിച്ചു, പ്രവാചകന്റെ മുടിയാണെങ്കിൽ കത്തൂല എന്നല്ലേ, നിങ്ങൾ കത്തിച്ച് കാണിക്കുകയെന്ന് പറഞ്ഞു. അവരുടെ പ്രവാചകനെ നിന്ദിക്കലാണ്, അങ്ങനെ പറയാൻ പാടില്ല. പ്രവാചകന്റെ മുടിയാണ്, അത് കത്തിക്കണം എന്ന് പറയുന്നത് നിന്ദിക്കലാണ്. അവരെന്നെ നേരത്തെ കത്തിച്ച കഥയൊക്കെ നേരത്തെ പറയുന്നുണ്ട്. കത്തിച്ചു നോക്കിയ കഥയൊക്കെ അതൊന്ന് കേട്ടു നോക്ക്. അത് 3 4 ആകും. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഞാൻ എന്നിട്ട് പരിശോധിക്കും, തീ കത്തിച്ചിട്ട് എന്റെ ഒരു മുടി എടുത്തിട്ട് ഞാൻ തീയിലേക്ക് കാണിക്കും, അത് കരിയും. എന്നിട്ട് പിന്നെ ഈ 3 ഒന്ന് വെച്ചിട്ട് കൂടുതൽ കണ്ട ഈ ഷാറ് ഓരോന്നെടുത്ത് തീയിൽ കാണിക്കും, ഒരു കരിയിലും സംഭവിക്കുന്നില്ല. അപ്പോൾ അത് റസൂലുള്ളാഹിന്റെ ഒരു ഷാറിൽ നിന്നുണ്ടായ മറ്റ് ഷാറുകളാണെന്ന് മനസ്സിലാക്കാം. അങ്ങനെ ഞാൻ എത്രയോ പരിശോധിച്ച അനുഭവം എനിക്കുണ്ട്. ഇതേപോലത്തെ ഒരു മുസ്ലിയാർ പറഞ്ഞ, പഴയൊരു മുസ്ലിയാർ പറഞ്ഞാണ്, എന്ത് കിതാബൊക്കെ ചെയ്തൊരു മുസ്ലിയാർ പറഞ്ഞ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ അവർക്കതാകാൻ ഞങ്ങൾ വേഗം കത്തിച്ചളി, വിഷയം തീർന്നു, ഞങ്ങൾക്കത് കത്തിക്കും വേണ്ട, ഒന്നും വേണ്ട, ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി കൃത്യമായ ധാരണ ഉണ്ട്. മാത്രല്ല ഇത് നീളും എന്ന് പറയണ കേട്ടോളി. അദ്ദേഹം പറയുന്നു, എന്റെ വ്യക്തിപരമായ പരിശോധനയിൽ അദ്ദേഹം പറയുന്നു, ഷഹർ മുബാറക്ക് ചിലപ്പോൾ 1.7,
2.8 സെന്റിമീറ്റർ വരെയൊക്കെ ഒരു വർഷത്തിൽ വളരും. അത് ഞാൻ അനുഭവിച്ചതാണ്, എന്റെ വീട്ടിലുള്ളത്. അദ്ദേഹം വെല്ലുവിളിക്കുന്നുണ്ട്. നിങ്ങൾ വെച്ച് നോക്കൂ, ഒരേപോലെ വെച്ച ഷഹർ മുബാറക് പിന്നീട് എടുത്ത് കുറെ മാസങ്ങൾ കഴിഞ്ഞ് നോക്കിയാൽ ഒന്ന് മറ്റേതിനേക്കാൾ വളർന്നതായി കാണാം. അത് അനുഭവമാണെന്ന് അദ്ദേഹം വെല്ലുവിളിച്ച് പറയുന്നു. മാത്രമല്ല, നീളം മാത്രമല്ല, ഇപ്പൊ അങ്ങനെ നീണ്ടു നീണ്ടിഞ്ഞ് കാരത്തൂർ അങ്ങാടിക്ക് എത്തും. ഇവിടെ ഉണ്ടല്ലോ സാധനം അല്ലേ? ഇവിടെ ഉണ്ട്, പിന്നെ അവിടെ ഉണ്ട്, പലയിടത്തും ആയിട്ടുണ്ട്. അപ്പോ എന്തായാലും ഇത് പ്രസവിക്കുന്ന പറയണേ, കേട്ടോളി. അദ്ദേഹം പറയുന്നു, എന്റെ വീട്ടിലുള്ള ഷഹർ മുബാറക്കിനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നു, ഞാൻ ഈ ഷഹർ മുബാറക് അതാ ചിലപ്പോൾ ഖജാനയിൽ സൂക്ഷിച്ച ഒരു അല്പം 1-2 ഷഹർ മുബാറക് പിന്നീട് അത് തുറക്കുമ്പോൾ അത് 3-4 ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നീട് അത് തുറക്കുമ്പോൾ അത് 3-4 ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഡാൻസിങ് ഹെയർ ആണ്, ഇനി ഡാൻസ് ചെയ്യും, കേട്ടോളി. എന്നിട്ട് അദ്ദേഹം പറയുന്നു, മൗലിദ് ഓതാൻ തുടങ്ങിയാൽ, റസൂലുള്ളാഹിന്റെ മദ്ഹ് ചൊല്ലാൻ തുടങ്ങിയാൽ കൂടി നിൽക്കുന്ന ഈ ഷഹർ മുബാറക് അത് പിരിഞ്ഞിളകുന്നതാണ്. അതിങ്ങനെ ചാഞ്ഞും ചെരിഞ്ഞും കൊണ്ടും ഇരിക്കും, ജീവനുള്ള പോലെ. മൗലിദ് തുടങ്ങിയാൽ അദ്ദേഹം വെല്ലുവിളിക്കുന്നു, ഇത് കാണിച്ചു തരാമെന്ന് പറയുന്നു. സഹോദരന്മാരെ, തന്റെ വീട്ടിലുള്ള ഷഹർ മുബാറക് ഫാന് കൊണ്ടല്ല തിരിയുന്നത്. അതങ്ങ് മൗലിദ് ഓതാൻ തുടങ്ങിയാൽ അതിങ്ങനെ ചാഞ്ഞും ചെരിഞ്ഞും കൊണ്ടിരിക്കും. കൂടി നിൽക്കുന്ന മുടികൾ അടർന്നു നിൽക്കുന്നതാണ് മൗലിദും സലാത്തും ചൊല്ലിയാൽ. എത്ര അനുഭവങ്ങളാണ് അദ്ദേഹം. കുറെ അനുഭവം ഉണ്ട്. ഒക്കെ കാലിയും കീലിയ. അതിങ്ങനെ ചാടും, അതിങ്ങനെ ചായും, അതിങ്ങനെ ചെരിയും. ഇതൊക്കെ നിങ്ങളിങ്ങനെ പറയാ. എന്നിട്ട് ഞങ്ങൾ ഇതൊക്കെ ഇങ്ങനെ കേട്ടിട്ട് മിണ്ടാതിരുന്നേരാ തന്നെ ഞങ്ങൾ ഇരുന്നേരാ കേട്ടോ. ഇത് കാലിയും കീലിയാണ്. കാലിയും കീലിയും പറ്റുമോ? കാലിയും കീലിയും പറ്റുമല്ലേ എന്ന് പറയട്ടെ, പേരോട് തന്നെ പറയട്ടെ, കാലിയും കീലിയും പറ്റുമെന്ന്. ഇതുപോലെ അങ്ങനെ പറയപ്പെടുന്നു, ഇങ്ങനെ പറയപ്പെടുന്നു എന്ന് ഉറപ്പില്ലാത്ത വാക്കുകൾ, ആ വാക്കുകൾ മനസ്സ് കേൾക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നത് ഒക്കെയും അല്ലാഹു തആല വെറുത്തു. കണ്ടോ? അപ്പൊ അത് വെറുത്തിട്ടുണ്ട്. അല്ലാഹു തആല വെറുത്ത പരിപാടിയായിട്ട് ഞങ്ങൾ നടക്കണേ. ഇതേ പരിപാടി മൂപ്പര് ചെയ്യും. മൂപ്പര് ഒരിക്കൽ പറയാം, അബൂ ത്വൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് കിട്ടിയ ആ മുടിയാണ്, അതിന്റെ തുടർച്ചയാണ് എന്നാണ് പറയാ. അതൊന്ന് പറഞ്ഞു നോക്കട്ടെ. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ഹറമ അലൈക്കും ഉഖൂഖൽ ഉമ്മഹാതി. പിന്നെന്താ പറഞ്ഞേ? കാന്തപുരം മർക്കസ് സമ്മേളനത്തിൽ പറഞ്ഞത് ഹജ്ജത്തുൽ വദായിന് അബൂ ത്വൽഹ വിതരണം ചെയ്ത കാന്തപുരത്തിന്റെ ഇട്ടോളൂ. നമുക്ക് ലഭിച്ചിട്ടുള്ളത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദാഇൽ വച്ച് അവിടുത്തെ ശറഫാക്കപ്പെട്ട തലമുടി കളയിക്കുകയും അതിന്റെ കഷ്ണം ഓഹരി ചെയ്തു കൊടുക്കാൻ അബൂ ത്വൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിക്കുകയും ചെയ്തതനുസരിച്ച് അവിടെ നിന്ന് ഏൽപ്പിച്ചു. അതാണ് നമുക്ക് കിട്ടിയത് എന്ന് ഇയാൾ എവിടെ പ്രസംഗിച്ചു? ഇതാ മർക്കസ് സമ്മേളനത്തിൽ ഇവിടെ കാരന്തൂർ പ്രസംഗിച്ചു. പിന്നീട് പേരോടനോട് ചോദ്യം വന്നു, അതാണോ എന്ന്. അപ്പൊ അതിന് മുമ്പിൽ കൊടുത്ത് ഉത്തരം നോക്ക്. പിന്നെന്താ പറഞ്ഞേ? കാന്തപുരം മർക്കസ് സമ്മേളനത്തിൽ പറഞ്ഞത് ഹജ്ജത്തുൽ വദായിന് അബൂ ത്വൽഹ വിതരണം ചെയ്ത മുടികളാണെന്നും വ്യക്തമായ സനദോടെ കൈമാറ്റം ചെയ്യപ്പെട്ടതാണെന്നുമാണ്. 10 വർഷമായി ഞാനും ഫളിൽ തങ്ങളും തിരുകേശത്തിന് വേണ്ടി ഖസർജിയുടെ പിന്നിൽ നടക്കുന്നു. അവസാനം തിരുനബിയുടെ സ്വപ്നദർശനം ലഭിച്ച അദ്ദേഹം തിരുകേശത്തിന് ചെറിയ കഷ്ണം മുറിച്ചു തരാൻ തയ്യാറാവുകയായിരുന്നു. ഇങ്ങനെ സ്വപ്നം ഉണ്ടായിട്ട് കൊടുത്തു എന്ന് തന്നെ കാന്തപുരല്ല അത് പറഞ്ഞ് ആ ഖസറജി തന്നെയാ പറഞ്ഞത്, അല്ല കാന്തപുരം പറഞ്ഞതല്ല. പിന്നെ ഹജ്ജത്തുൽ വദായിൽ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു മുടി വിതരണം ചെയ്തിരുന്നു എന്ന് ഉസ്താദ് അവர்கள் പറഞ്ഞിട്ടുണ്ട്. എന്നല്ലാതെ ആ മുടിയിൽ നിന്ന് തന്നെയാണ് എനിക്ക് തന്നത് എന്ന് ഉസ്താദ് അവர்கள் പറഞ്ഞതായി ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ പറഞ്ഞ ശരി, നിങ്ങൾ കേട്ടിട്ടില്ല എന്നുള്ള ശരിയാക്കാരം. ഞങ്ങൾ കേട്ടിട്ടുണ്ട്, ഞങ്ങളിവിടെ കേൾപ്പിച്ചിട്ടുമുണ്ട്. അപ്പൊ ഇത് ഒരു കൂട്ടം കളവുകളുടെ ഒരു പ്രളയമാണ് സുഹൃത്തുക്കളെ. ഏറ്റവും ഫൈനലി 2 മിനിറ്റ് എടുത്ത് ഞാൻ ഒരു പോയിന്റ് കൂടിയും പറഞ്ഞു വൈൻഡപ്പ് ചെയ്യുക. അതെന്താണ്? നിങ്ങൾ ഇവരുടെ തന്നെ ഒരു വലിയ പണ്ഡിതൻ, ആ പണ്ഡിതന്റെ പേര് ഞാനിവിടെ മെൻഷൻ ചെയ്യാണ്. എന്താ? പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ. അദ്ദേഹവും ഇവരുടെ തന്നെ കൂട്ടത്തിലെ ഈ സുന്നി മുജാഹിദ് സംവാദമൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ ചോദ്യം ചോദിക്കാനും അവിടെ മൈക്ക് പിടിച്ചു വരയ്ക്കാനൊക്കെ എത്തുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്, മാഹി സ്വദേശി. ഇവർ രണ്ടാളും തമ്മിലുള്ള ഒരു ഫോൺ സംഭാഷണമുണ്ട്. എന്തിനെ കുറിച്ചാണ് ഫോൺ സംഭാഷണം? ഈ പറയുന്ന ഉസ്താദിന് ഈ പറയുന്ന മുടി കൊടുത്തു എന്ന് പറയുന്ന വ്യക്തിനെ കുറിച്ചാണ്. ആ വ്യക്തിനെ കുറിച്ച് അവർ നടത്തുന്ന സംസാരങ്ങൾ കേൾക്കുന്നുണ്ട്. അവരുടെ ചിരി ഒന്ന് കേൾക്ക്.
കണ്ട് എന്ന് പറയുന്ന പിന്നെ സ്വാലിഹനോട് നേരിട്ട് പറഞ്ഞു ഈ ജാരിയ വാലക്ക് അങ്ങനെ ഒരു സനദിനെ പറ്റി ഒന്നും അറിയില്ല എന്ന് അയാളും പറഞ്ഞു. അയാൾക്കൊന്നും അറിയണ്ടാവില്ല. അയാൾക്കൊന്നും അറിയില്ല. അത് ഇന്നലെപ്പം പറഞ്ഞു അയാൾക്കിപ്പോ ഈ പെണ്ണുങ്ങളെ ഇട്ടാൽ ഒരു പെണ്ണേറ്റ് എന്തായെന്ന് പറഞ്ഞല്ല അൽബത്തിൽ വെച്ചെങ്കിൽ എന്ന് പറഞ്ഞില്ല. ആ സംഗതി ഞാൻ പറഞ്ഞപ്പോലെ അതും അയാൾക്ക് അറിയില്ല ഈ കാരണം അത് ഹറാമാണ്. അതാണ് അതിലൊന്നും ഞങ്ങൾക്കൊന്നും കമന്റ് ചെയ്യല്ല, നിങ്ങൾ തമ്മിൽ പറഞ്ഞോളി. ഇതൊക്കെയാണ് ഈ ഫോൺ സംഭാഷണത്തിന്റെ കോലം. സ്റ്റേജിൽ വരുന്ന ആളുകൾക്ക് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയ പിന്നുള്ള ഫോണാണ്. ഇത് മാത്രമൊന്നുമല്ല, ഇനിയുണ്ട് തുടർച്ച കേൾക്കാൻ കഴിയും ഞാൻ വിചാരിക്കുന്നു. കേട്ടോളി. എന്താ നമുക്ക് ഇനിയിപ്പോ ചെയ്യാൻ പറ്റുന്ന നിലപാട്? ഞാനത് കൂടി ആലോചിക്കട്ടെ. ഞാനിപ്പോ സുലൈമാൻ കാണട്ടെ, എന്നിട്ട് വേണം എന്ത് ചെയ്യാൻ. വല്ലാത്തൊരു മുസീബത്ത് എന്താ ഇത് നമ്മളുടെ സ്വന്തത അടക്കം അതെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയാണല്ലോ ഇപ്പോൾ ഉള്ളത്. ചോദ്യം ചെയ്യുന്ന സംഗതിയാണത്. ഇതാണ് ഫോണിൽ നടത്തുന്ന സംസാരം. മാത്രല്ല അയാൾ കുൽഫു അല്ലാഹു അതെന്നാണ് ഓതുക. ഏക ഫാത്തിഹ ഓതാൻ അറിയില്ല, അയാൾ നിസ്കരിക്കലില്ല എന്നൊക്കെയാണ് ഈ മുടി കൊടുത്ത വലിയ മഹാന്റെ പ്രത്യേകത. ഇത് ഫോണിൽ പറയും. എന്നിട്ട് ഈ പറയുന്ന പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഇതേപോലെ സാധുക്കൾ ഇരിക്കണ സദസ്സിൽ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഈ മുടി കൊണ്ടുവന്ന ആളെപ്പറ്റി ലൈംഗികാരോപണം അടക്കം ഉന്നയിച്ച വ്യക്തി ഇവിടെ വന്നിട്ട് പറയാണ്, ആ മുടിയിട്ട വെള്ളം കൂട്ടിയിട്ടാണ് എൻ്റെ അമ്മക്ക് മരിക്കണ നേരത്ത് കൊടുത്തത്. ഇവരെ മുഖങ്ങളാണ് മനസ്സിലാക്കിക്കോളി. അയാൾ പറയട്ടെ. എന്റെ വന്യരായ ഉമ്മ അന്ന് സുഖമില്ലാതെ കിടക്കുകയാണ്. ഉമ്മയുടെ ആ അസുഖത്തിൽ ആ വെള്ളമായിരുന്നു കൊടുത്തത്. സംസമും ഈ വെള്ളവും സമ്മിശ്രമായി മരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ കൈ കൊണ്ട് ഉമ്മാക്ക് മുക്കിക്കൊടുത്തത്, വായിൽ ടീസ്പൂൺ കൊണ്ട് ഒഴിച്ചു കൊടുത്തത് ഞാൻ ഓർക്കുന്നു. ഇയാളുടെ ഈ ഫോൺ കോളൊക്കെ ചോർന്നപ്പോ സംഘടനന്റെ ഉള്ളിൽ പ്രതിസന്ധി ആയപ്പോ പടച്ചോന്റെ മുമ്പിൽ പ്രതിസന്ധി ആലോചിച്ചില്ല, വേഗത ഏറ്റെടുത്തു. ഉമ്മാക്ക് മരിക്കണ നേരത്തെ ഞാൻ കൊടുത്തതാണ്. അപ്പൊ എന്താ ചിന്തിക്കുക, പൊന്മള ഉസ്താദ് ഉമ്മാക്ക് മരിക്കണ നേരത്ത് കൊടുത്തൊരു സാധനം പിന്നെ എന്തിനാ നമ്മൾ സംശയിക്കണു? ഓലെ നമ്മൾ സംശയിക്കണു ഈ വഹാബികൾ പറഞ്ഞിട്ടെന്നാ തോന്നുക. ഒന്ന് മാറി നിന്ന് ചിന്തിച്ചാലേ ഇവിടെ ഇരിക്കണ പലരും നിങ്ങളെ പോലെ ചിന്തിച്ചോലാ പണ്ട് അല്ലേ? ഇവിടെ ഇരിക്കണ പലരും അങ്ങനെ ചിന്തിച്ചവരാണ്. പിന്നെന്തേ, പിന്നെ ഒന്ന് ആത്മാർത്ഥമായിട്ട് ആലോചിച്ചു, നല്ലോണം പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ഫലമാണ് ഇന്ന് യാതൊരു കെട്ടുപാടുകളും ഇല്ലാത്ത മഹാ നന്മയുടെ വെളിച്ചത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് കുറച്ചുകൂടി വിശദാംശങ്ങൾ ആഡ് ചെയ്യാനുണ്ട്. മുസ്ലിം